അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഒരു പ്രത്യേകമായ ഒരു കാര്യം ഉണർത്താൻ വേണ്ടി ഫിഖ്ഹിയായ ഒരു മസ്അല മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇന്ന് നാം നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. കേൾക്കുക, ശ്രദ്ധിക്കുക, പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ തിരുത്തിത്തരണമെന്ന് ആമുഖത്തോടുകൂടി വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, മാസം കണ്ടാൽ റമളാൻ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. ഓരോ മുഅ്മിനിനും അത് നിർബന്ധമാണ്. നിർബന്ധമാക്കാനുള്ള പല കാരണങ്ങളും ഉണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ചന്ദ്രപ്പിറവി ദൃശ്യമാകുമ്പോൾ നാം എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തെ നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. അതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. നാം റമളാനിൻ്റെ മാസപ്പിറവി കാണുമ്പോൾ ഏത് സ്ഥലത്താണോ ഉള്ളത് ആ സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നോമ്പ് നിർബന്ധമായി. അവിടെ നിന്ന് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ റമളാൻ ചന്ദ്രപ്പിറവി ദൃശ്യമായിട്ടില്ല. ഉദാഹരണത്തിന്, ഗൾഫിലുള്ള ഒരാൾ അവിടെ മാസം കണ്ടതിന് ശേഷമാണ് നാട്ടിലേക്ക് വിമാനം കയറുന്നത്. മാസം ഉറപ്പിച്ച വിവരം അദ്ദേഹത്തിന് ലഭിച്ചു. നാട്ടിലേക്ക് പോകുന്നു, നാട്ടിൽ മാസം കണ്ടിട്ടില്ല. ഇതറിഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് പോകുന്ന ഒരാൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും. ആ അവസരത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, റമളാൻ മാസം കാണുന്ന സ്ഥലത്ത് ഉള്ള ആ നിയമമായിരിക്കണം നമ്മൾ പാലിക്കേണ്ടത്. അപ്പോൾ റമളാനിൽ എന്ത് പാലിക്കണം? നമ്മൾ മാസം കാണുന്ന സ്ഥലത്ത് ആണ് ഉള്ളത് എങ്കിൽ മാസം കാണാത്ത സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമ്മൾ നോമ്പുകാരനായി കൊണ്ടുപോകണം. അത് നിർബന്ധമാണ്. പണ്ഡിതന്മാർ വ്യക്തമാക്കി പറഞ്ഞൊരു കാര്യമാണ്. വമൻ സാഫറ മിൻ മഹല്ലി റുഅ്യതി, ഒരാൾ യാത്ര ചെയ്തു റമളാൻ മാസപ്പിറവി ദൃശ്യമായ നാട്ടിൽ നിന്ന് ഇലാ മഹല്ലിൻ യുഹാലിഫുഹു ഫിൽ മത്ലഇ, എങ്ങനെ? ഉദയാസ്തമയങ്ങൾ വ്യത്യാസമുള്ള ഒരു സ്ഥലത്തേക്ക് അവൻ യാത്ര ചെയ്തു. അങ്ങനെ നിന്നാൽ വാഫഖഹും ആഖിറ ശഹരി, മാസത്തിന്റെ അവസാനത്തിൽ അവൻ എന്തായിരിക്കണം? അവരോട് യോജിക്കണം. അഥവാ ശവ്വാൽ മാസപ്പിറവി കണ്ടാൽ അവരോട് യോജിക്കണം. വഖാലഫഹും അവ്വലുഹു, ആദ്യത്തിൽ അവൻ എതിരാവുകയും ചെയ്യണം. അഥവാ ആദ്യം ഏതാണ്? റമളാൻ. അപ്പൊ റമളാൻ മാസത്തിൽ മാസം കണ്ട സ്ഥലത്ത് നിന്ന് മാസം കാണാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ മാസം കണ്ട സ്ഥലത്തെ നിയമമായിരിക്കണം നമ്മൾ പാലിക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഫഖും ആഖിറ ശഹരി എന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ എന്തായിരിക്കണം? നമ്മൾ നാട്ടിലെത്തി. ആ നാട്ടിലെത്തുമ്പോൾ അവിടെ പെരുന്നാളായി, ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായു. നമ്മൾ പോരുന്ന സ്ഥലത്തോ അവിടെ എന്തായിട്ടില്ല? പെരുന്നാൾ ആയിട്ടും ഇല്ല എങ്കിൽ നമ്മൾ എവിടെയാണോ എത്തിയപ്പോൾ പെരുന്നാളായത് ആ ആളുകളോടൊപ്പം നമ്മൾ പെരുന്നാൾ ആഘോഷിക്കണം. ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ 28 നോമ്പ് ലഭിക്കും. മാസം ശവ്വാലിന്റെ മാസപ്പിറവിയും എന്തായി? നേരത്തെ കണ്ടു 29ആയി. നമ്മൾ റമളാൻ 2ന്റെ അന്ന് റമളാൻ 1ന്റെ സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്ത് 2ന്റെ സ്ഥലത്ത് എത്തുന്നു. അപ്പോൾ എന്തായിട്ടുള്ളൂ? 2ന്റെ അന്ന് ഇദ്ദേഹത്തിന് ഒരു നോമ്പേ ആയിട്ടുള്ളൂ. 29ന്റെ അന്ന് ഈ 2ന്റെ സ്ഥലത്തെത്തിയപ്പോൾ പെരുന്നാളും ആയി. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് എത്ര നോമ്പ് ലഭിക്കും? 28 നോമ്പേ ലഭിക്കുകയുള്ളൂ. അങ്ങനെ വന്നാൽ എന്തായിരിക്കണം? 28 നോമ്പ് കിട്ടിയത് കൊണ്ട് തന്നെ
ഒരു നോമ്പ് ഖളാ വീട്ടുകയും വേണം. മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് 29 അതല്ലെങ്കിൽ 30 നോമ്പ് ഒരാൾക്ക് ലഭിച്ചു. നമ്മൾ എത്തുന്ന സ്ഥലത്ത് പെരുന്നാളായിട്ടില്ല, നോമ്പാണ്. അങ്ങനെ വരുമ്പോൾ ആ നാട്ടിൽ നോമ്പാണെങ്കിൽ അവിടെ നോമ്പ് നോൽക്കണം എന്നർത്ഥം. അപ്പോൾ ചിലപ്പോൾ 31 നോമ്പ് ചിലപ്പോൾ നോൽക്കേണ്ടി വരും. അതല്ല, ചിലപ്പോൾ 30 നോമ്പ് നോൽക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ 29 നോമ്പായിരിക്കാം. നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലത്ത് അന്ന് 29ാമത്തെ നോമ്പായിരിക്കും. നമ്മൾ പോകുന്ന സ്ഥലത്ത് 30ാമത്തെ നോമ്പും ആയിരിക്കാം. അപ്പോൾ എത്തിപ്പെട്ട സ്ഥലത്ത് നോമ്പ് നോൽക്കൽ നമുക്ക് നിർബന്ധമാണ്. ചുരുക്കത്തിൽ ഒന്നും കൂടി വ്യക്തമാക്കി പറയുന്നു, റമദാൻ മാസം നമ്മൾ കാണുന്ന സ്ഥലം എവിടെയാണോ ഉള്ളത് അവിടുത്തെ നിയമമായിരിക്കണം പാലിക്കേണ്ടത്. നമ്മൾ എത്തുന്ന സ്ഥലത്തേതല്ല. പെരുന്നാളിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണോ എത്തുന്നത് അവിടുത്തെ നിയമമായിരിക്കണം നമ്മൾ പാലിക്കേണ്ടത്. ഇതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പഠിപ്പിച്ചത്. യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പല ഭാഗങ്ങളിലും യാത്ര ചെയ്യുന്ന കാലമാണിത്. പല വ്യത്യസ്ത മേഖലകളിലേക്ക്, വ്യത്യസ്ത രാഷ്ട്രങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു മസല നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.